വളരെ എളുപ്പത്തിൽ ടേസ്റ്റോടുകൂടി നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലോട്ട് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പം അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പം ഞാനിവിടെ 3 വലിയ സവാളയും 6 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചോപ്പിലിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതങ്ങ് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വരേണ്ടതിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ നല്ല രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ രീതിയിൽ വഴണ്ട് വന്നു കഴിയുമ്പം ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 3/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ ഇളക്കിയെടുക്കാം. ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ നല്ല രീതിയിൽ മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാലയോട് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒന്നും കൂടി ഇതിനെ ഇളക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഈ സമയത്ത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. 2 മീഡിയം തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. തക്കാളി പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് ഇതിലോട്ട് ശകലം ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ സവാളയിൽ ഉപ്പിട്ട് കൊടുത്തിരുന്നു, നോക്കി മാത്രം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിനൊന്ന് അടച്ചു വെക്കാം. തക്കാളി നല്ലതായിട്ടൊന്ന് സോഫ്റ്റായി വരട്ടെ. ഇവിടെ തക്കാളി നല്ല രീതിയിൽ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം നല്ല രീതിയിലൊന്ന് തിളച്ച് വരണം. വെള്ളം നല്ല രീതിയിൽ തിളച്ച് വന്ന് കഴിയുമ്പം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 200 ഗ്രാമിൻ്റെ ചിക്കനാണ്, അതങ്ങ് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇനി ചിക്കനിൽ നിന്ന് നല്ലതായിട്ട് വെള്ളം ഇറങ്ങി വരും. ചിക്കനെ അടച്ച് വെക്കുക. നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ മീഡിയത്തിലിട്ട് കൊടുത്ത് ഒരു 20 മിനിറ്റ് നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ വേവിച്ചെടുത്തിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനിൽ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നല്ലൊരു പുളി, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഉപ്പ് കുറവായിരുന്നു, ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതായിട്ട് ഇളക്കി നോക്കുക. എരിവൊക്കെ നോക്കുക. എരിവ് ഇച്ചിരി കുറവായിരുന്നു, ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതായിട്ട് ഇളക്കി ഒരു 5 മിനിറ്റോടെ വേവിച്ചെടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള മല്ലിയില ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കി തീ ഓഫ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ കറി നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഈസി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിലെല്ലാം നിങ്ങൾ തയ്യാറാക്കുന്നെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ.